നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. കുന്നംകുളം ചൊവ്വന്നൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ കുന്നംകുളം തെക്കേപ്പുറം സ്വദേശി ദീവേഷിനെ പരിക്കുകളോടെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയ്ക്കും കാറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന കാറും ചൊവ്വന്നൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ഞായറാഴ്ച രാത്രി 7:30 അപകടം. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പഴഞ്ഞിയിൽ അടയ്ക്ക വിപണി ഉണർന്നു. പുതിയ അടയ്ക്ക മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രസിദ്ധമായ പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് നടത്തിയിരുന്ന സ്വകാര്യ വ്യക്തി പ്രായാധിക്യം കൊണ്ട് നിർത്തലാക്കിയപ്പോൾ നിശ്ചലമായത് രാജ്യം മുഴുവൻ അറിയപ്പെട്ടിരുന്ന പഴഞ്ഞിയുടെ പ്രൗഢിയായിരുന്നു. അടയ്ക്ക മാർക്കറ്റ് നിർത്തലാക്കുന്നത് കാണിച്ച് പഞ്ചായത്തിലേക്ക് അപേക്ഷയുമായി എത്തിയ ചെറുവിന്റെ വീട്ടിൽ പോയി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ദീർഘനേരം സംസാരിച്ചെങ്കിലും പ്രായം ഒരു ഘടകമാണെന്ന് പറഞ്ഞ ചെറുവേട്ടനോട് പഞ്ചായത്ത് നേരിട്ട് മാർക്കറ്റ് നടത്താൻ തയ്യാറാണെന്ന് നിർദ്ദേശം വെച്ചെങ്കിലും അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് സമയോചിത ഇടപെടലിലൂടെ മാർക്കറ്റിലെ പരിചയസമ്പത്തുള്ള കച്ചവടക്കാരൻ പഴഞ്ഞി ചീരൻ ശ്യാമുവുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച നടത്തിയാണ് മാർക്കറ്റ് വീണ്ടും പ്രാവർത്തികമാക്കിയത്. പുതിയ മാർക്കറ്റ് തുടങ്ങാനിരുന്ന സ്ഥലത്ത് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന വലിയ പൈപ്പുകൾ മാറ്റാൻ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ശേഷം പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം പഴയ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ പൂർത്തിയായി. പഴഞ്ഞിയിലെ അടയ്ക്ക മാർക്കറ്റിന്റെ വിപണിയെ ആശ്രയിച്ചു പണിയെടുത്തിരുന്ന CITU തൊഴിലാളികളുടെ പുത്തൻ പ്രതീക്ഷ കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെ സാധ്യമായത്. പഴയ അടയ്ക്കയ്ക്ക് 10,101 രൂപ വില നിശ്ചയിച്ചുകൊണ്ടാണ് ഇന്ന് ആദ്യ കച്ചവടം നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു അടയ്ക്ക മാർക്കറ്റ് എന്നൊന്നല്ല, കേരളത്തിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അടയ്ക്കയുടെ വില നിലവാരം നിശ്ചയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു മാർക്കറ്റ് എന്ന നിലയിൽ ഈ മാർക്കറ്റ് ഇവിടെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്യാമേട്ടനെ പോലുള്ള അടയ്ക്ക കർഷകരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചത്. പഞ്ചായത്ത് വാർഡ് മെമ്പർ ജിൻസി സജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ജനപ്രതിനിധികൾ ശ്യാമു ചീരൻ തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ മഴയിൽ ദേശീയപാത തിരുവത്രയിലെ സർവീസ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. മഴ പെയ്താൽ സർവീസ് റോഡ് വെള്ളക്കെട്ടിലാകുന്നത് പതിവാണ്. ദേശീയപാതയോട് ചേർന്ന് കാനകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മഴക്കാലം വരുന്നതോടെ നാട്ടുകാരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. എത്രയും വേഗം പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള പടിഞ്ഞാറ്റുമുറി സെന്റ് ജോർജ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്നും കരിച്ചാൽ ദേശത്തേക്ക് റാസയും താൽക്കാലിക കുരിശടിയിൽ ധൂപ പ്രാർത്ഥനയും നടത്തി. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി വികാരി ഫാദർ ജിബിൻ ചാക്കോ, സഹവികാരി ഫാദർ മനു തങ്കച്ചൻ, ഇടവക അംഗങ്ങളായ ഫാദർ വികാസ് വടക്കൻ, ഫാദർ ജയേഷ് ജേക്കബ് പുലിക്കോട്ടിൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ആശീർവാദവും നടന്നു. ശേഷം നേർച്ച സദ്യ വിതരണവും ഉണ്ടായിരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് K എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ദേവാലയ നവീകരണ സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് നടന്നു. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ, ഡീക്കൻ ജോബി വായാട്ടുകുഴി, നവീകരണ കമ്മിറ്റി ഫിനാൻസ് കൺവീനർ OJ ഷാജൻ മാസ്റ്റർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒന്നാം സമ്മാനം മഹീന്ദ്ര ഥാർ, രണ്ടാം സമ്മാനം മാരുതി വാഗണാർ, മൂന്നാം സമ്മാനം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തുടങ്ങി നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും വിജയികൾക്ക് നൽകി. ദേവാലയ നവീകരണത്തിനായി സംഭാവന നൽകിയവരെയും കൂടുതൽ കൂപ്പൺ പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ സഹായിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് തേക്കിൻകാട് മ്യൂസിക് ബാൻഡും ആട്ടം കലാസമിതിയുടെ ചെണ്ടമേളവും ചേർന്ന മെഗാ ഫ്യൂഷൻ മ്യൂസിക് ഷോയും അരങ്ങേറി.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ ജാഗ്രത 2026 പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഗൃഹശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വീടുകളും പരിസരങ്ങളും ശുചീകരിക്കുന്നതിനൊപ്പം പൊതുസ്ഥലങ്ങളും വെള്ളക്കെട്ട് സാധ്യതയുള്ള പ്രദേശങ്ങളും വൃത്തിയാക്കി. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മെയ് 16-ന് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും മെയ് 17-ന് ഓരോ വാർഡുകളിലെയും പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും നടക്കും. മെയ് 18-ന് രാവിലെ 10 മണിക്ക് മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ ആരോഗ്യ ജാഗ്രത 2026-ന്റെ ഭാഗമായി ഗൃഹശ്രീ പുരസ്കാര വിതരണം, കാലവർഷ ആരോഗ്യ ജാഗ്രതാ പദ്ധതി രേഖ പ്രകാശനം, ലോകാരോഗ്യ ദിന സെമിനാർ, പ്രഥമ ശുശ്രൂഷ പരിശീലനം തുടങ്ങിയ പരിപാടികൾ സംയുക്തമായി സംഘടിപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബും കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KPയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. വാർഡിലെ എല്ലാ വീടുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏറ്റവും മികച്ച 5 വീടുകളെ തെരഞ്ഞെടുത്ത് അതിൽ 5 വീട്ടിലെ ആളുകൾക്ക് ഒരു ഗൃഹശ്രീ അവാർഡ് 18-ാം തീയതി നടക്കുന്ന ആരോഗ്യ ജാഗ്രതാ സെമിനാറിൽ വെച്ച് നൽകുന്നതാണ്. മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റം ഗേൾസ് സ്കൂളിൻ്റെ സൈഡിലാണ് നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ഞായറാഴ്ച 17-ാം തീയതി ഇതിനും വിപുലീകരിച്ച് നമ്മൾ ക്ലീനിങ് നടത്തുന്നതാണ്. പിന്നെ പോരാത്തന്നെ വീടുകളിൽ ഇന്ന് നമ്മളിതിന് മുന്നോടിയായിട്ട് ക്ലീനിങ്ങൾ നടത്തുന്നുണ്ട്. 18-ാം തീയതി നമുക്ക് വരുന്ന ദിവസം ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നതിനായി ജനവിധിയുടെ പാഠങ്ങൾ എന്ന പേരിൽ പൊതു ചർച്ച സംഘടിപ്പിച്ചു. വെള്ളർക്കാട് ഇടം ഓഫീസിൽ നടന്ന ചർച്ചയ്ക്ക് KP ജയൻ മോഡറേറ്ററായി, DCC സെക്രട്ടറി PS സുനീഷ്, CPIM കടങ്ങോട് ലോക്കൽ കമ്മിറ്റി മെമ്പർ KR രൂപേഷ്, PT സുശാന്ത്, TS സുബിത, KR വൈശാഖ്, NK അക്ബർ അലി, KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി വിജയാഹ്ലാദ റാലി നടത്തി. തുടർച്ചയായി 3-ാം തവണയും കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച AC മൊയ്തീന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച റാലി പഴഞ്ഞി മെയിൻ റോഡ്, ജെറുസലേം ഹൈസ്കൂൾ റോഡ് വഴി അയ്നൂരിൽ സമാപിച്ചു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ സെക്രട്ടറി ബിനോഷ് എന്നിവർ നേതൃത്വം നൽകി. ചരമം. കുന്നംകുളം ആനായിക്കൽ കുന്നത്ത് പരേതനായ കരുണാകരൻ ഭാര്യ വത്സല നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി. ജിജു, നിധിൻ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.